നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അർജൻറ്റീനക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമാണ്, അല്ലെങ്കിൽ അവർ എളുപ്പമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അർജൻറ്റീന അവർക്കത് ഡിഫെൻഡ് ചെയ്യണം എന്ന തരത്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പറയുന്നത് വെർജിൽ വാൻ ഡൈക്കാണ്. നെതർലൻഡ്സിൻ്റെ സ്വീഡനെതിരെയുള്ള ഗംഭീര വിജയത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു. ആ ചോദ്യത്തിനിടക്കാണ് വാട്ട് ഡിഡ് യു തിങ്ക് ഓഫ് അർജൻറ്റീന, അല്ലെങ്കിൽ അർജൻറ്റീനയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന ചോദ്യം. അത് ഒലേ ചോദിക്കുന്നതാണ്. അർജൻറ്റീൻ മാധ്യമമായതുകൊണ്ടാണ് അങ്ങനെ എടുത്തു ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അർജൻറ്റീനയും ബ്രസീലും രണ്ട് ഇൻക്രെഡിബിൾ ടീംസാണ്. അതിൽ അർജൻറ്റീനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ മത്സരങ്ങളും കാണുന്ന ഒരാളായതുകൊണ്ട് അർജൻറ്റീന ഈ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്ത രീതി കാണുമ്പോൾ അവർക്ക് ഈ കിരീടം നിലനിർത്തണം, അതിനു വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് അവർ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു മത്സരവും എളുപ്പമുള്ളതല്ല. അവർ കളിച്ച ആദ്യ കളിയും എളുപ്പമുള്ളതായിരുന്നില്ല. പക്ഷേ അവർ എളുപ്പമുള്ളതാക്കി മാറ്റുന്നു. അർജൻറ്റീന മേഡ് ഇറ്റ് ലുക്ക് വെരി ഈസി. എല്ലായ്പ്പോഴും അർജൻറ്റീന അങ്ങനെയാണ്. അവരുടെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് എന്ന രൂപത്തിലാണ് തോന്നിപ്പിക്കുന്നത്. എന്തായാലും വി ഹാവ് ടു സ്റ്റേ ഫോക്കസ്ഡ് ഓൺ അവർ ഓൺ ടീം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അർജൻറ്റീനയെക്കുറിച്ചോ ബ്രസീലിനെക്കുറിച്ചോ ചിന്തിക്കാനില്ലാതെ ഞങ്ങളുടെ ടീമിനെ തന്നെ ഫോക്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം അവരുടെ പെർഫോമൻസിനെ കുറിച്ച്, അതായത് നെതർലൻഡ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, താരങ്ങളെല്ലാവരും മികച്ച രൂപത്തിലുള്ള പെർഫോമൻസാണ് നടത്തുന്നത്. ടീമിൽ ഈ മത്സരത്തിൽ സ്വീഡനെതിരെയുള്ള കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു. ഗോൾ കീപ്പർ വാസ് ഓൾസോ സോളിഡ് ടു. ഈ വിജയം എന്ന് പറഞ്ഞാൽ ഒരു ടീം എഫേർട്ടാണ്. ഞങ്ങളുടെ പെർഫോമൻസ് ഒരല്പം ഡിപ്ഡായി സെക്കൻഡ് ഹാഫിൽ എന്നുള്ളത് ശരിയാണ്, സെക്കൻഡ് ഹാഫ് ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം. എന്നാൽ സ്റ്റിൽ കാര്യങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് പോകുന്നത്. ഇനിയും കുറച്ച് ഫൈൻ ട്യൂൺ ചെയ്യാനുണ്ട് എന്നുകൂടി വെർജിൽ വാൻ ഡൈക്ക് പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.